എപ്പോഴും ചൂടുണ്ടോ ശരീരത്തിൽ? ചൂടുണ്ട്. ചൂടും നോക്കിക്കുക, ചൂടുണ്ട്. വെയിൽ ന്യായം കാണുമ്പോ വെപ്രാളാ. അപ്പൊ ചെറിയ വെയിലിൽ പോലും വെളിയിൽ ഇറങ്ങത്തില്ല? ഇല്ല. ഇങ്ങോട്ട് പാവയ്യ, ഇങ്ങോട്ട് ദൂരോട്ടങ്ങ് പാവയ്യ. നേരത്തെ കിടന്നിരുന്നല്ലേ? ഇതിനകത്തായിരുന്നു കിടന്നേ. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ കിടക്കും? ഞങ്ങൾ തൂത്ത് വായിക്കുക, ഒരു പാതോട് വെച്ചും വെച്ച് കിടക്കും. കാറ്റും മഴയും വരുമ്പോ ഞങ്ങള് എണീച്ച് ഒരു മൂല കുത്തിയിരിക്കും. അമ്മേ പറഞ്ഞോ, സന്തോഷമായോ? സന്തോഷമായി. എത്ര നാളായി വീട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 2 കൊല്ലമായി. 2 കൊല്ലമായി. ആരാ ചെയ്തു തരുന്നത് ഇപ്പൊ? യൂത്ത് കോൺഗ്രസ്സുകാരോ? എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ? ഞങ്ങളെ വീതം കഷ്ടപ്പെട്ട ഇത് ഇടിച്ചു പൊളിഞ്ഞു പോയപ്പോ ഞങ്ങൾ ഇതിനകത്ത് കിടന്നു കഷായമായിരുന്നു. ഇപ്പോഴാ അവരാ ചെയ്തത് ഈ ഷെഡ് കിടക്കാൻ. നിങ്ങളുടെ അവസ്ഥ വലിയ കഷ്ടപ്പെട്ട ജീവിതമായ നമ്മളെ ജീവിതം. ആരൊക്കെയുണ്ട്? ഞാനും ഇത് ഇളയ മോളും മൂത്ത മോളും ശിവജി പച്ചായി പോവാ പുത്തൂര്. അതിന്റെ വരുമാനം കൊണ്ടാ കഴിഞ്ഞു പോകുന്നത്. മറ്റു വരുമാനം ഇല്ല. മെമ്പർ നമ്മളെ താഴ്ന്നു. 4 വർഷം ഞങ്ങൾ വീടിനെഴുതി കൊടുത്താൽ കിട്ടിയില്ല. സാധനം വന്നപ്പോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ വന്നപ്പോ മൊത്തം വെച്ച് പറഞ്ഞ് വീടില്ലെന്ന് പറഞ്ഞപ്പോ അവര് ഏറ്റ് അവർ വെച്ച് തന്നതാ. ഇവര് സന്തോഷമായി. നേരെ നിൽക്കാൻ പറ്റാത്ത എന്താ? ഞാൻ സുഖമില്ല. എന്താ അസുഖം? ഈ വായു ആൽപ്പത്തി മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. നല്ല അസുഖമാണ്. ചൂട് കൊണ്ട് ഈ വെയിൽ കൊള്ളാൻ വയ്യ. ചൂട് എപ്പോഴും ചൂടുണ്ടോ ശരീരത്തിൽ? ചൂടുണ്ട്. ചൂടും നോക്കിക്കുക, ചൂടുണ്ട്. വെയിൽ ന്യായം കാണുമ്പോ വെപ്രാളാ. അപ്പൊ ചെറിയ വെയിലിൽ പോലും വെളിയിൽ ഇറങ്ങത്തില്ല? ഇല്ല. ഇങ്ങോട്ട് പാവയ്യ, ഇങ്ങോട്ട് ദൂരോട്ടങ്ങ് പാവയ്യ. ആഹാരം മൂത്ത കൊച്ചിന്റെ വരുമാനം കൊണ്ടാ കഴിഞ്ഞു പോകുന്നത്. ശേഷം മരിച്ചാ കഴിഞ്ഞു പോകുന്നത്. വരുമാനം ഇല്ല, നല്ല കറികളില്ല, വിമേലിപ്പില്ല. കഷ്ടപ്പെട്ട ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ഈ മഴയൊക്കെ വന്നപ്പോ ഇതിന്റെ എങ്ങനെ കിടന്നിരുന്നത്? കഷ്ടപ്പെട്ട വലിയ പാടായിരുന്നു കിടന്നത്. ചൂണ്ടുകൂടി കാറ്റും മഴയും വരുമ്പോ ഞങ്ങള് എണീച്ച് ഒരു മൂല കുത്തിയിരിക്കും. മൊത്തം ഇടിഞ്ഞും പൊളിഞ്ഞും പോയി. എത്ര പേര് പറഞ്ഞത് ഇങ്ങനത്തെ വീടില്ല, ഞങ്ങൾക്ക് വീടില്ല. മെമ്പർ നിങ്ങൾക്ക് ഇപ്പം വീടില്ല. ലാസ്റ്റ് അത് അവസാനം വന്നപ്പോ നിങ്ങൾക്ക് ഇപ്പം വീടില്ല, ഇപ്പം വീടിന് അർഹതയില്ല എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ വന്നപ്പോ യൂത്ത് കോൺഗ്രസ് വന്ന് ഗീറ്റുമായിട്ട് വന്നപ്പോ മുമ്പത്തെ ഉമ്മള് പറഞ്ഞ് ഇതുവരെ നമുക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പോ അവര് വെച്ച് തന്നതാ. അവർ വെക്കാൻ കൂടി ഏറ്റ് വെച്ച് തുടങ്ങിയ. ആരാ വന്നിപ്പോ കട്ടള വെച്ചേ? രാഹുൽ എന്താ പറഞ്ഞു? രാഹുൽ സന്തോഷമായ 10,000 പതിമൂച്ചാ പോയെ. ഇനി വരും പോയിക്കുക ഈ താക്കോലി തരാം. നേരത്തെ കിടന്നിരുന്നല്ലേ? ഇതിനകത്തായിരുന്നു കിടന്നേ. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ കിടക്കും? ഞങ്ങൾ തൂത്ത് വായിക്കുക, ഒരു പാതോട് വെച്ചും വെച്ച് കിടക്കും. ആഹാരം വെച്ചിരുന്ന ആഹാരം വെക്കുന്ന ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അവര് യൂത്ത് കോൺഗ്രസ്സാര് ഷെഡ് വന്ന് വെച്ചപ്പോ അത് കൊണ്ടുപോകും. സ്വന്തം സ്വത്തിന് ബന്ധപ്പെട്ട പോലും ഇല്ല. എന്തൊക്കെ സ്വന്തക്കാർ പോലും ഞങ്ങളെ തഴഞ്ഞ് ഇതിന്റെ ആവശ്യം പോലും ആരും എഴുതിയില്ല. ഞങ്ങളെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ പൊടിയാ ഞങ്ങൾ പോയി വീട്ടുകാർ. സ്വന്തക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആഹാരങ്ങൾ കഷ്ടപ്പെട്ട ജീവിതങ്ങളെ ജീവിതം നമ്മൾ ആഹാരമായി ഇത് പഴയതുപോലെ. ഇത് രസം, ഇത് റേഷനരി. മൂത്ത കൊച്ചാ വാങ്ങിച്ചോണ്ട് വരുന്നത്. മൂത്ത കൊച്ച് അത് കശുവണ്ടി ഫാക്ടറി പോകാത്ത ദിവസം ലീവ് എടുത്ത് റേഷൻ കടയിൽ പോയി അരി മേടിച്ചോണ്ട് വന്ന് തരും വെക്കാൻ കൊണ്ട്. ആവശ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തട്ടുപടി സാധനങ്ങളൊന്നുമില്ല. കട്ടിലില്ല, കസേരയില്ല, മേശയില്ല, നമുക്ക് അലമാരയില്ല, യാതൊന്നുമില്ല, ശീവിയില്ല. പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും. ചട്ടിക്കാൻ മെഴുകി വെക്കും. ആ പാത്രങ്ങൾ അതുപോലെ അവിടെ ചായമായി അതിനകത്ത് ബാക്കി വെക്കും. ഇപ്പം പിന്നെ ആഹാരം കഴിക്കാൻ നേരം എടുത്തുകൊണ്ട് വെക്കും. ഇടവത്തൂർ പഞ്ചായത്തിലെ ആനക്കോട്ടൂർ വെസ്റ്റ് വാർഡിലാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. നിരവധി വർഷമായിട്ട് ഈ വീട്ടിലെ 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു കുടുംബമായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്.
സോണിയാഗാന്ധിയുടെ ജന്മദിനം പ്രമാണിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ ഭാരവാഹി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയായി വന്ന ആ സമയത്ത് അവരോട് പറഞ്ഞു, സാറേ നമുക്ക് വീടൊന്നുമില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് പറഞ്ഞു അവർക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർ അപേക്ഷ കൊടുത്തിരുന്നു. ആ പദ്ധതി മുൻഗണനാ അടിസ്ഥാനത്തിൽ വരേണ്ടത് ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രയോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ആ ലിസ്റ്റിൽ അവസാനമായി അവർ പോകാനുണ്ടായ കാരണം. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം 2-3 ദിവസത്തിന് മുമ്പ് രാഹുൽ മാങ്കുട്ടവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ കുണ്ട്ര MLA PC വിശ്വനാഥും ഇവിടെ ചേർന്നാണ് ഇതിൻ്റെ കട്ടളവെപ്പ് തുടങ്ങിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കും എന്നാണ് എൻ്റെ ഭാരവാഹികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതെ, നാട്ടുകാരുടെ സംഭാവനകൾ സ്വീകരിച്ചാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അവർക്ക് ഇനി ഫണ്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു എന്തെങ്കിലും സാമ്പത്തിക സഹായം ഒക്കെ വാങ്ങി തന്നെയാണ്. നല്ലൊരു ചിലവാണിത്. കോൺക്രീറ്റ് ചെയ്ത് ടൈലും എല്ലാം കെട്ട് പൂശി വൃത്തിയാക്കി വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 10-12 ലക്ഷം രൂപ വരും. സഹായത്തിന് ഇല്ല. അവർ 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഇവിടെ. ഈ വീട് ഞാൻ വന്ന് കണ്ടതാ. വളരെ വിഷമം തോന്നുന്നതായിരുന്നു. ചോർന്നൊലിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അതെ, അവർക്ക് ഇത് ഇങ്ങനെ ഒരു സഹായം കിട്ടിയത് വളരെ ഒരു കാരണം അടച്ചുറപ്പുള്ള വീടെന്ന് പറഞ്ഞാൽ ആരുടെയും സ്വപ്നമാണല്ലോ. തീർച്ചയായും വരും. ഇപ്പം നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകും. മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള കട്ടിലും പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കിടക്കുന്നതിന്. രാഹുൽ മാങ്കുട്ടത്തിൽ രാഹുൽ മാങ്കുട്ടം ഇനിയും വരും എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇപ്പം തന്നെ കട്ടിലും കൊടുക്കാമെന്ന് പറഞ്ഞു.